സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെയ് മാസത്തെ 3200 രൂപ വിതരണം സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയായ 1600 രൂപയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന പെൻഷന്റെ ഒരു ഗഡു കൂടി ചേർത്താണ് 3200 രൂപ വിതരണം സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ നൽകുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചു. എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് തുക ചൊവ്വാഴ്ച വരെ എത്തുവാൻ തടസ്സം നേരിട്ടതായി ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച, അതായത് ഇന്ന്, ഈ തടസ്സം നീങ്ങുമെന്നും അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമെന്നും ധനവകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തി 1-2 ദിവസം കഴിഞ്ഞാണ് കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക. എങ്കിലും ഇത്തവണ ബാങ്കിംഗ് പ്രശ്നങ്ങൾ കാരണം 3200 രൂപ ആദ്യം ലഭിച്ചിരിക്കുന്നത് വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ്. തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു. ഇന്ന് ബുധനാഴ്ച മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. 3200 രൂപ ഒറ്റത്തവണ ആയിട്ടല്ല, പകരം 1600 രൂപയുടെ 2 ഗഡുക്കളായിട്ടാണ് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക. കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് 3200 രൂപ ഒരുമിച്ച് തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 1600, വീണ്ടും 1600, ഇത്തരത്തിൽ 3600 തന്നെ ക്രെഡിറ്റ് ആവും. ശനിയാഴ്ച മുതൽ തന്നെ പെൻഷൻ നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും ഫണ്ട് എത്താത്തതിനാൽ മെയ് 27 ചൊവ്വാഴ്ച കടമെടുപ്പിലൂടെ ഫണ്ട് കണ്ടെത്തിയ ശേഷമാണ് പൂർണ്ണതോതിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ജൂൺ 5-ന് മുമ്പ് വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. കേന്ദ്ര സർക്കാർ വിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. 200, 300, 500 രൂപ എന്നിങ്ങനെയുള്ള കേന്ദ്രവിഹിതം കുറവ് വരും. പിന്നീടായിരിക്കും കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശികയിൽ ഇനി ശേഷിക്കുന്നത് 2 ഗഡു മാത്രമായിരിക്കും. അത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.